നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തുള്ള ദിനേശ്. രസകരമായ ഒരു വിഷയമാണ് ഞാനിന്ന് പറയുന്നത്. ഇവിടെ ഒരു മഹാൻ ചോദിച്ചല്ലോ, മലയാള സിനിമയുടെ ചരിത്രം പറയാൻ നീ ആരെന്ന്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ആനുകാലിക വിഷയങ്ങൾ പറയുന്നതിനേക്കാൾ ഇഷ്ടം മലയാള സിനിമയുടെ ചരിത്രം പറയാനാണ്. ഇപ്പം തന്നെ 2 ദിവസം മുമ്പ് പോയ നമ്മുടെ ശാരംഗപാണി ആശാനെക്കുറിച്ചുള്ള ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. ശാരംഗപാണിയുടെ കഥ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. കുമ്പളങ്ങി ബീനയെക്കുറിച്ച് ചെയ്ത കഥ. നമുക്ക് കുറേ ചരിത്രങ്ങൾ സംസാരിക്കാം. ഞാൻ എന്തായാലും ഒരു വാശി പോലെ മലയാള സിനിമയുടെ ചരിത്രം പറയാൻ നീ ആരടാ എന്ന് ചോദിച്ചതുകൊണ്ട് തന്നെ എനിക്കും ചരിത്രം പറയാൻ അറിയാമെന്ന് തെളിയിക്കാം. നമ്മൾ ഈ രേഖകൾ വെച്ചാണ് പറയുന്നത്. ഒന്നും ഞാൻ കള്ളം എന്താ പറയുക, എൻ്റെ കയ്യിൽ നിന്നിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന തോന്നലുകൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ് എൻ്റെ കഥയൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്. ഇന്ന് പറയുന്നതും അത്തരം ഒരു കഥയാണ്. മലയാള സിനിമ ഉണ്ടായത് മുതൽ നമ്മൾ ആലോചിച്ചാൽ മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സിനിമ സംഘടന എന്ന് പറയാവുന്നത് വേണമെങ്കിൽ മലയാള ചലച്ചിത്ര പരിഷത്തിനെ പറയാം. മദ്രാസിൽ വളരെ ശക്തമായിരുന്നു ചലച്ചിത്ര പരിഷത്ത്. അത് കഴിഞ്ഞ് നസീർ സാറിൻ്റെ നേതൃത്വത്തിൽ മാൽക്ക എന്ന് പറഞ്ഞൊരു യൂണിയൻ ഉണ്ടാക്കി, ഒരു സംഘടന ഉണ്ടാക്കി. മാൽക്ക എവിടെയോ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള പാരവയ്പ്പിലോ എവിടെയോ അത് പൊളിഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പാച്ചല്ലൂർ രാജാരാമൻ നായർ എന്ന് പറഞ്ഞ പ്രശസ്തനായ വക്കീലിൻ്റെ നേതൃത്വത്തിൽ പ്രേം നസീറിൻ്റെ ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി. ഇതൊക്കെ ആയിരുന്നു ആദ്യകാലത്ത് ഉണ്ടായത്. ഞാൻ ഇന്ന് പറയുന്നത് മലയാള സിനിമയിലുണ്ടായ സംഘടനകളുടെ അല്ലെങ്കിൽ വർത്തമാനകാല മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട 2 സംഘടനകളായ മാക്റ്റയുടെ രൂപീകരണം എങ്ങനെ ഉണ്ടായി, അമ്മ എന്ന് പറഞ്ഞ സംഘടന എങ്ങനെ ഉണ്ടായി, ഇതാണ് പറയുന്നത്. രസകരമായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ആ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചപ്പോൾ വളരെ രസകരമായ, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഞാൻ പലരോടും വിളിച്ച് സംസാരിച്ചു. അതിനുശേഷമാണ് ഇത് ചെയ്തത്. 1986 ഒക്ടോബർ 20, സ്ഥലം കൊടൈക്കനാൽ. കല്ലു ഡെന്നീസ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. രാജാവിൻ്റെ മകനിലൂടെ ശ്രദ്ധേയനായ സുരേഷ് ഗോപിയാണ് ഈ ജനുവരി ഒരു ഓർമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ വില്ലൻ വേഷം ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ രാജാവിൻ്റെ മകൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിൻസെൻ്റ് ഗോമസിൻ്റെ കൂടെ നടന്നതിൽ ആരോ ഒരാൾ ഒറ്റ കൊടുത്തു എന്നുള്ള വാർത്ത കേട്ട് വിൻസെൻ്റ് ഗോമസ് തകർന്നു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിച്ചു, അത് മോഹൻലാലിനെ ചതിച്ചത് സുരേഷ് ഗോപി ആകരുതേ എന്ന്. എന്തിനാ ഒളിച്ചു വയ്ക്കണമല്ലേ? കാരണം എനിക്കതിൽ സുരേഷ് ഗോപി വലിയ ഇഷ്ടമായിരുന്നു. മോഹൻലാലിൻ്റെ നിഴല് പോലെ അവസാനം ജീവൻ വരെ കൊടുത്ത് കൂടെ നിന്ന ആ ചങ്ങാതിയായിട്ട് അല്ലെങ്കിൽ കൂടെ സഹപ്രവർത്തകനായിട്ട് നിൽക്കുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ മകൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വിൻസെൻ്റ് ഗോമസിനെ ചതിക്കുന്നത് സുരേഷ് ഗോപി ആകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ജനുവരി ഓർമ്മയുടെ ഷൂട്ടിംഗ് തുടങ്ങി 3ാമത്തെ ദിവസമാണ് സുരേഷ് ഗോപി ലൊക്കേഷനിലെത്തിയത്. ലൊക്കേഷനിലെത്തി എന്താ പറയുക, ജോഷി സാറിനെ കണ്ട് കുശലമൊക്കെ പറഞ്ഞിട്ട് അന്ന് സിനിമാക്കാർ കൊടൈക്കനാലിൽ പോയി താമസിക്കുന്നത് ജയശ്രീ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. സുരേഷ് ഗോപി ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് മടങ്ങി. അപ്പോൾ തിരക്കഥ പൂർത്തിയാവുന്നതിന് മുമ്പേ ഷൂട്ടിംഗ് തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ കല്ലു ഡെന്നീസ് ലൊക്കേഷനിലേക്ക് പോകാതെ ജയശ്രീയിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുകയാണ്. കല്ലൂരാൻ്റെ മുറിയിലേക്ക് ആ യുവാവ് കടന്നു ചെന്നു. ആര്? സുരേഷ് ഗോപി. അമിതാഭ് ബച്ചൻ്റെ ഉയരം, വെളുത്ത് സുന്ദരനായ നിറഞ്ഞ ചിരിയുള്ള ചെറുപ്പക്കാരൻ മുറിയിൽ കയറി വന്ന് പരിചയപ്പെട്ടു എന്നാണ് സുരേഷ് ഗോപി ആദ്യമായിട്ട് കണ്ടതിനെക്കുറിച്ച് കല്ലു ഡെന്നീസ് പറയുന്നത്. നല്ല ഹാൻസം അല്ലേ എന്തൊക്കെ പറഞ്ഞാലും. ഗുരുവായൂർ കേശവൻ നിൽക്കുന്ന പോലെ സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരാളാണല്ലോ സുരേഷ് ഗോപി. ജോഷി, മമ്മൂട്ടി, കല്ലു ഡെന്നീസ് സൂപ്പർ ഹിറ്റുകളുടെ ടീമായി വിജയിച്ച് നിൽക്കുന്ന കാലം. അതിനാലാകണം ആദരവും ബഹുമാനവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ പെരുമാറ്റം കല്ലൂരാന് നല്ല ഇഷ്ടപ്പെട്ടു. അടുത്ത് കിടന്നൊരു കസേരയിൽ കയറി ഇരുന്നു. ജനുവരി ഒരു ഓർമ്മയുടെ കഥയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം എന്താണ് എന്നൊക്കെ വിശദമായി സുരേഷ് ഗോപി ചോദിച്ചു. സിനിമാ സ്വപ്നങ്ങളുമായി മദ്രാശിയിൽ നടന്നിരുന്ന കാലം, രാജാവിൻ്റെ മകനിൽ കിട്ടിയ വലിയ വേഷം, എല്ലാം സുരേഷ് ഗോപി ആദ്യമായിട്ട് പരിചയപ്പെട്ട കല്ലു ഡെന്നീസിനോട് എല്ലാം പറഞ്ഞു. ഒരു ഉത്തമ നായകനാകാൻ യോഗ്യത ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന ഇയാളെ വില്ലനായി നിർത്തുന്നതിൽ ഔചിത്യക്കുറവ് കല്ലൂരാൻ്റെ മനസ്സിൽ തോന്നി. കാരണം അയ്യോ, നല്ല ചെറുപ്പക്കാരൻ, മോഹൻലാലൊക്കെ ചെയ്യുമ്പോൾ നായകനാവേണ്ട ആൾ, അയാളെ പിടിച്ച് ഞാൻ എഴുതുന്ന ഈ തിരക്കഥയിൽ വില്ലനാക്കിയല്ലോ എന്നുള്ളൊരു വൈക്ലഭ്യം മനസ്സിലൂടെ അങ്ങനെ പോയി. 1 മണിക്കൂറിലധികം സംസാരിച്ചിരുന്ന ശേഷമാണ് സുരേഷ് ഗോപി പുറത്തേക്ക് പോയത്. എളിമയും വിനയവും അന്തസ്സും ആഢ്യത്വവും
മനസ്സിൽ കള്ളത്തരം ഇല്ലാത്ത ഒരു യുവാവായി തോന്നി കലൂരാന് ആദ്യമായി കണ്ട സുരേഷ് ഗോപിയെ. വളരെ കാലം പരിചയമുള്ള ഒരാളായി കലൂരാന് തോന്നി. അല്ല, ഇപ്പോൾ വന്ന് പരിചയപ്പെട്ട ഒരു യുവാവായിട്ട് തോന്നില്ല. അത്രയും പ്ലീസിങ് ആയിട്ടാണ് സുരേഷ് ഗോപി സംസാരിച്ചത്. പിന്നെ കലൂരാൻ സ്ക്രിപ്റ്റ് എഴുതിയ സുരേഷ് ഗോപിയെ കാണുന്ന ലൊക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ PG വിശ്വംഭരൻ്റെ ഒരു വിവാദ വിഷയം എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അതിൻ്റെ സെറ്റിൽ വെച്ചാണ് പിന്നെ കാണുന്നത്. നായക പ്രാധാന്യമുള്ള ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഒരു വിവാദ വിഷയത്തിൽ കലൂരാൻ എഴുതിയ ആ തിരക്കഥയിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നത്. ശോഭനയോടൊപ്പം അഭിനയിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് എവിടെയൊക്കെ വെച്ച് കലൂരാനോട് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ആ സുരേഷ് ഗോപിയുടെ ആഗ്രഹം ഈ പടത്തിൽ കലൂരാൻ നിർവഹിച്ചു കൊടുത്തു. കാരണം അതിൽ ശോഭന സുരേഷ് ഗോപിയോടൊപ്പം വിവാദ വിഷയത്തിൽ അഭിനയിച്ചു. ഇവിടെ എല്ലാവർക്കും സുഖം, JC സാറിൻ്റെ പടം, മിസ് മമീല, ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ്, ന്യൂ ഇയർ, തൂവൽ സ്പർശം, ഇഞ്ചക്കാട മത്തായി ആൻഡ് സൺസ്, പൈതൃകം, ഈ തിരക്കഥകളൊക്കെ കലൂരാൻ എഴുതിയതാണ്. ഇതിലൊക്കെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അന്ധവിശ്വാസത്തിനെതിരെ പോരാടുന്ന നിരീശ്വരവാദിയായി ജയരാജ് സംവിധാനം ചെയ്ത പൈതൃകം എന്ന് പറഞ്ഞ സിനിമയിൽ സുരേഷ് ഗോപി മനോഹരമായി അഭിനയിച്ച സിനിമയാണ്. തലസ്ഥാനത്തിലൂടെ, ഷാജി കൈലാസിൻ്റെ തലസ്ഥാനത്തിലൂടെ, അല്ലെങ്കിൽ ഷാജി കൈലാസിൻ്റെയും രഞ്ജി പണിക്കരുടെയും തലസ്ഥാനത്തിലൂടെ, ഏകലവ്യനിലൂടെ, കമ്മീഷണറിലൂടെ സുരേഷ് ഗോപി സൂപ്പർ താരമായി മാറി. ഒപ്പം താരവിഗ്രഹമാകാനും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. ഈ സമയത്താണ് സിറ്റി പോലീസ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപി കൊച്ചിയിൽ വരുന്നത്. കലൂരാൻ്റെയാണ് തിരക്കഥ. ഭരതൻ്റെയൊക്കെ ശിഷ്യനായിരുന്ന വേണുബി നായരാണ് ഈ സിറ്റി പോലീസ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം ആദ്യമായിട്ട് സ്വതന്ത്ര സംവിധായകനാകുന്ന സിനിമയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയെ വെടിവെച്ച് ഇട്ടിട്ട് രക്ഷപ്പെട്ട് ഒരു വീടിൻ്റെ 2ാം നിലയിൽ ഒളിച്ചിരിക്കുന്ന നായകൻ, അയാളെ അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസർ. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി വെടിയിച്ച് വന്നിട്ട് ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ ഒളിച്ചിരിക്കുന്ന നായകനായിട്ട് സുരേഷ് ഗോപിയും അയാളെ അന്വേഷിച്ച് വരുന്ന പോലീസ് ഓഫീസറായിട്ട് കക്ക രവിയാണ് അഭിനയിച്ചത്. എനിക്ക് തോന്നുന്നു അത് മുരളിച്ചേട്ടൻ വെച്ചിരുന്ന വേഷമാണ്. എന്തോ കാരണത്താൽ മുരളിച്ചേട്ടൻ എത്തിയില്ല. അങ്ങനെയാണ് കക്ക രവി വരുന്നത്. ഭൂരിഭാഗം സീനുകളും മുറിയിൽ വെച്ചാണ് എന്നറിഞ്ഞതോടെ സുരേഷ് ഗോപി അസ്വസ്ഥനായി. കാരണം ഈ താര പകട്ടിലേക്ക് വളർന്നു വരുന്ന കാലമല്ലേ, ഏകലവ്യനൊക്കെ ഓടി നിൽക്കുകയല്ലേ. എടുത്ത ഒരു സീൻ ഔട്ട്ഡോറിൽ മാറ്റിയെടുക്കാൻ സംവിധായകൻ തയ്യാറായപ്പോൾ വീണ്ടും അഭിനയിക്കാൻ പറ്റില്ല എന്ന് സുരേഷ് ഗോപി സിറ്റി പോലീസിൻ്റെ സെറ്റിൽ വാശി പിടിച്ചു. വേണുവിധായരുടെ പറഞ്ഞു, അതെടുത്തതല്ലേ, ഇനി അത് മാറ്റി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉടക്കുണ്ടാക്കി. വിവരമറിഞ്ഞ് ഒരു അന്നത്തെ താരപരിവേഷമുള്ള തിരക്കഥാകൃത്താണല്ലോ കലോ ഡെന്നീസ്, അദ്ദേഹം ലൊക്കേഷനിലെത്തി. ജോഷിയോ PG വിശ്വംഭരനോ ഭരതനോ IV ശശിയോ പറഞ്ഞാൽ നീ ഇതുപോലെ എടുത്ത സീൻ വീണ്ടും റീഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമോ? ഇപ്പം ജോഷി സാറിൻ്റെ പറയും, വിവരം അറിയില്ലേ? വന്ന വാക്കിലെ കലൂരാൻ ചോദിച്ചതാണ്. ജോഷിയോ PG വിശ്വംഭരനോ IV ശശിയോ ഭരതനോ പോലുള്ള ഒരു സംവിധായകൻ ഇന്നലെ എടുത്ത സീനിൽ നിന്നൊന്നും മാറ്റിയെടുക്കുകയാണെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് നീ പറയുമോ എന്നാണ് കലു ഡെന്നീസ് ചോദിച്ചത്. മര്യാദയ്ക്ക് പോയി ചെയ്യടോ എന്ന് പറഞ്ഞു കലൂരാൻ. അമർഷം കടിച്ചു പിടിച്ച് ആ സീൻ ചെയ്ത് മടങ്ങുമ്പോൾ സ്വയം പറയുന്ന പോലെ ഇദ്ദേഹം പറഞ്ഞു, ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് ഒരു മോശമല്ലാത്ത ഒരു തെറി പറഞ്ഞിട്ട് സുരേഷ് ഗോപി നടന്നുപോയി. പൊളിഞ്ഞു പോകുമെന്നാണ് എൻ്റെ അർത്ഥം, ഒരു നാടൻ ഭാഷ, പക്ഷേ ഒരു ചെറിയ ചീത്ത വാക്ക്. പക്ഷേ കാശ് മുടക്കുന്ന നിർമ്മാതാവായ പാലമറ്റം മജീദ് സുരേഷ് ഗോപി പറഞ്ഞിട്ട് പോകുന്ന ആ വാചകം അല്ലെങ്കിൽ ആ വാക്ക് അദ്ദേഹം കേട്ടു. നമുക്കായാലും പ്രയാസം തോന്നും. കാരണം ലക്ഷങ്ങൾ മുടക്കിയെടുക്കുന്ന സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും എന്നാണ് ആ തെറി വാക്കിൽ പറഞ്ഞത്. അദ്ദേഹം വിവരം കലു ഡെന്നീസിനെ അറിയിച്ചു. കലു ഡെന്നീസ് ഇങ്ങോട്ട് വന്നിട്ട് തെറി ചേർത്ത് നാടൻ ഭാഷാ പ്രയോഗങ്ങളിൽ കലൂരാൻ വർത്താനം പറയുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പറയാറുള്ള ചില വാക്കുകളുണ്ട്. അത് വച്ചിട്ട് അറിഞ്ഞം പുറഞ്ഞം സുരേഷ് ഗോപിയെ ശരിക്കും പറഞ്ഞു. ഞാടാ മറ്റവനെ എന്നൊക്കെ പറഞ്ഞു, ശരിക്കും പറഞ്ഞു തെറി. വയറ് നിറച്ച് കേട്ടോണ്ട് സുരേഷ് ഗോപി പോയി എന്ന് പറയാം. സിറ്റി പോലീസ് തുടങ്ങുന്ന ദിവസം, ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം കലു ഡെന്നീസ് തിരക്കഥ എഴുതി ജോർജ് ഗിത്തു, നമ്മൾ ആധാരം ചെയ്ത ജോർജ് ഗിത്തു സംവിധാനം ചെയ്യുന്ന മല്ലിക യൂനസിൻ്റെ നോവലായ കർപ്പൂര ദീപം എന്ന് പറഞ്ഞ നോവൽ ആസ്പദമാക്കി ചെയ്യുന്ന സിനിമയുടെ അഡ്വാൻസ് ഈ പറയുന്ന സിറ്റി പോലീസ് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം കൊണ്ട് കൊടുത്തിരുന്നു. സിറ്റി പോലീസ് ഇറങ്ങുന്നതിന് മുമ്പ് കർപ്പൂര ദീപം ഷൂട്ടിംഗ് തുടങ്ങി. ഏകലവ്യൻ സൂപ്പർ ഹിറ്റായി പോകുന്ന സമയമാണ്. ഏകലവ്യൻ്റെ 150-ാം ദിവസത്തെ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് കോഴിക്കോട്ട് പോയിട്ട് സുരേഷ് ഗോപി കൊച്ചിയിലെത്തി കർപ്പൂര ദീപത്തിൽ അഭിനയിക്കാൻ. അപ്പോൾ വരുന്നതിനിടയിൽ ആരോ ഒരു പാര സുരേഷ് ഗോപിയുടെ കാതിൽ പണിഞ്ഞു കൊടുത്തു. ആ പാരയുമായിട്ടാണ്, ആ കേട്ട പാരയും കൊണ്ടാണ് സുരേഷ് ഗോപി വന്നിരിക്കുന്നത്. തനിക്കല്ല, കർപ്പൂര ദീപത്തിലെ നായികയായ ഉർവശിയുടെ ക്യാരക്ടറിനാണ് പ്രാധാന്യമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു. കർപ്പൂര ദീപം നോവലിൽ
നായികയ്ക്കാണ് പ്രാധാന്യമുള്ളത് എന്നുള്ളത് സത്യം. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത്. അതിൽ അഭിനയിച്ചാൽ നിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാർഡം പോകുമെന്ന് ആരോ സുരേഷ് ഗോപിക്ക് പറഞ്ഞു കൊടുത്തു. ലൊക്കേഷനിൽ വന്ന പാടെ നിങ്ങൾ ആ തിരക്കഥ കൊണ്ടുപോവാ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. വന്ന വാക്കിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ സീൻ നമ്പർ 46 ഒന്ന് വായിക്കണം. അപ്പോൾ കിത്തുവിനും അതിൻ്റെ അപകടം മനസ്സിലായി. സീൻ നമ്പർ 46 എന്ന് പറഞ്ഞ പർട്ടിക്കുലർ സീൻ തന്നെ വായിക്കണമെന്ന് സുരേഷ് ഗോപി എന്തുകൊണ്ട് വാശി പിടിക്കുന്നു എന്ന് ജോർജ് കിത്തു ആലോചിച്ചു. അങ്ങനെ ഒന്നും മടിക്കാതെ 46ാമത്തെ സീൻ കൊണ്ടൊന്ന് സുരേഷ് ഗോപി വായിച്ചു കൊടുത്തു. അപ്പോൾ ഉർവശി അഭിനയിക്കുന്ന കഥാപാത്രം നിറഞ്ഞാടുന്ന വേഷമാണ് ഈ സീൻ നമ്പർ 46. ആരോ പറഞ്ഞു കൊടുത്ത നുണയിൽ എന്തോ തീരുമാനിച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ വരവ്. ഈ തിരക്കഥയിൽ അഭിനയിച്ചാൽ എൻ്റെ ഇന്നത്തെ ഇമേജിനെ ബാധിക്കും എന്നായി സുരേഷ് ഗോപി. തിരക്കഥ മാറ്റി എഴുതിയാൽ അഭിനയിക്കാം എന്ന് ജോർജ് കിത്തുവിനോട് സുരേഷ് ഗോപി പറഞ്ഞു. ഒരു വരി മാറ്റി എഴുതില്ല എന്ന് കല്ലു ഡെന്നിസ് ഉറപ്പിച്ചു നിന്നു. ഒരു വരി, യവൻ പറയുന്നത് കേട്ടോണ്ട് ഞാൻ ഒറ്റ വരി മാറ്റില്ല എന്ന് കല്ലു ഡെന്നിസ് പറഞ്ഞു. സംവിധായകനും ഈ പറയുന്ന നിർമ്മാതാവും കല്ലു ഡെന്നിസിൻ്റെ പക്ഷത്തു നിന്നു. കുടുംബ പ്രേക്ഷകർക്കായാണ് കർപ്പൂരദീപം സിനിമയാക്കുന്നത്. അത് പുരുഷ മേധാവിത്യ സിനിമയാക്കി മാറ്റാൻ പറ്റില്ല എന്ന് കലൂരാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ ഈ പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷൂട്ട് തുടങ്ങിയിട്ട് 6-7 ദിവസമായി. പുല്ല് പോലെ അദ്ദേഹം അതിനെ വലിച്ചെറിഞ്ഞിട്ട് എനിക്കിതിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി. 7 ദിവസം ചിത്രീകരിച്ച കർപ്പൂരദീപം അവിടെ മരിച്ചു. ലക്ഷങ്ങൾ മുടക്കിയ നിർമ്മാതാവിന് എല്ലാം നഷ്ടമായി. സ്വപ്ന ബേബി എന്ന് പറയുന്ന മിനിമോൾ വത്തിക്കാനിൽ എന്ന് പറഞ്ഞ ജോഷി സാർ ചെയ്ത കല്ലു ഡെന്നിസ് തിരക്കഥ എഴുതിയ സിനിമയുടെ കോ പ്രൊഡ്യൂസറായിരുന്ന സ്വപ്ന ബേബിയാണ് ഈ പടത്തിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹത്തിന് അന്ന് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. കല്ലൂരാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തീരുമാനമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ തെമ്മാടിത്തരം നമ്മളിപ്പോൾ അനുവദിച്ചു കൊടുത്താൽ, ഇതുപോലെ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന നായകൻ സീൻ നമ്പർ 46 തരൂ 56 തരൂ എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ട് ഈ വേഷം ഞാൻ ചെയ്യില്ല എന്ന് പറയുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ ഇപ്പോൾ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ നാളെ മറ്റു പലരും ഇതുപോലെ തിരക്കഥകളിൽ കയറി മേയും എന്നുള്ള കാര്യം എന്താ പറയുക, കല്ലു ഡെന്നിസിന് മനസ്സിൽ തോന്നി. എന്ത് ചെയ്യാനാവും എന്ന് അദ്ദേഹം ആലോചിച്ചു. തിരക്കഥാകൃത്തുക്കൾക്ക് മാത്രമായി ഒരു സംഘടന ഉണ്ടാക്കണം, ഈ തെമ്മാടിത്തരം ഇവിടെ അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഉടനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡെന്നിസ് ജോസഫിനെ വിളിച്ചു. സംഭവങ്ങൾ മുഴുവൻ കേട്ടപ്പോൾ ഡെന്നിസ് ജോസഫിനും തോന്നി, ഈ പറയുന്നത് ശരിയാണല്ലോ, നമുക്കൊരെണ്ണം ഉണ്ടാക്കാം. കല്ലൂരാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്തെ ഏറ്റവും അടുപ്പക്കാരനായിരുന്ന ജോഷി സാറിനെ വിളിച്ചു. സംഗതി കൊള്ളാം, ജോഷി സാർ പറഞ്ഞു, സംവിധായകരെ കൂടി അതിൽ ചേർക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും ഒരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഭാരത് ടൂറിസവും കൊച്ചിയിലെ BTH, ഞാൻ ഇപ്പോൾ പോയാലും താമസിക്കുന്ന BTHൽ ആദ്യ യോഗം കൂടി. ജോഷി, കല്ലൂർ ഡെന്നിസ്, ജോൺ പോള്, SN സ്വാമി, ഹരിഹരൻ, ഹരികുമാർ, TS സുരേഷ് ബാബു എന്നിവർ ആദ്യത്തെ ആ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു. പിന്നീട് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ മാക്റ്റ എന്ന് പേരിടാൻ തീരുമാനിച്ചു. താൽക്കാലിക ചെയർമാനായി JC സാറിനെ തിരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറിയായിട്ട് ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട അങ്കിൾ എന്ന് വിളിക്കുന്ന ജോൺ പോളിനെ തിരഞ്ഞെടുത്തു. മലയാളം സിനി ടെക്നീഷ്യൻസ് അസോസിയേഷൻ അങ്ങനെ രൂപം കൊണ്ടു മാക്റ്റ. എറണാകുളം ചിറ്റൂർ റോഡിൽ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് ഓഫീസ് ഫങ്ഷൻ ചെയ്തു തുടങ്ങി. അവിടെ നിന്നാണ് മാക്റ്റ എന്ന് പറഞ്ഞ സംഘടന വളരുന്നത്. സ്വന്തമായി ഒരു ഓഫീസ് ഉണ്ടാക്കി, സംഗീത സംഗമം നടത്തി. ഇതിനിടയിലെ രസകരമായൊരു സംഭവം കൂടി പറയണം. തമ്പി കണ്ണന്താനത്തിൻ്റെ നാടോടി എന്ന് പറയുന്ന മോഹൻലാൽ അഭിനയിച്ച നാടോടി, NN പിള്ളയ്ക്ക് അഭിനയിച്ച നാടോടി, അതിൻ്റെ 100ാം ദിവസം എറണാകുളം ഇൻ്റർനാഷണൽ ഹോട്ടലിൽ ആഘോഷിക്കുന്നു. കല്ലു ഡെന്നീസും സുരേഷ് ഗോപിയും ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരും ഒരിടത്ത് വെച്ച് പൂരത്തിന് പോലും കണ്ടിട്ടില്ലാത്ത പോലെ അപരിചിതരെ പോലെ നിന്നു. ഇത് കണ്ട ജോഷി സാർ ഇരുവരെയും കൂട്ടി ഒരു മുറിയിൽ കയറി. അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം സംസാരിച്ചു, കോംപ്രമൈസ് ചെയ്തു. രണ്ടുപേരുടെയും പരസ്പരം കൈ കൊടുത്ത് പിരിഞ്ഞു. ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ മാറ്റ ഉണ്ടായല്ലോ. മാസങ്ങൾ കഴിയുമ്പോൾ മാറ്റയുടെ ഒരു അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കൂടണം. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പങ്കെടുക്കേണ്ട ജോഷി സാറ് സുരേഷ് ഗോപിയെ നായകനാക്കി ഭൂപതി എന്ന് പറഞ്ഞ സിനിമ കൊല്ലത്ത് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അടിയന്തര എക്സിക്യൂട്ടീവ് എന്തോ ഒരു അടിയന്തര പ്രശ്നങ്ങളുള്ള എക്സിക്യൂട്ടീവാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ് കൂടേണ്ട കാര്യവും മറ്റും സംസാരിക്കാനായിട്ട് ജോൺ പോളും കല്ലു ഡെന്നിസും കൂടി കൊല്ലത്ത് ലൊക്കേഷനിൽ വന്നു. ജോഷി സാറിനോട് കാര്യം പറഞ്ഞു. ശനിയാഴ്ച കൊല്ലത്ത് നമുക്ക് എക്സിക്യൂട്ടീവ് കൂടാം എന്ന് തീരുമാനിച്ചു. എല്ലാം കേട്ടുകൊണ്ടിരുന്ന സുരേഷ് ഗോപി വളരെ കൂളായിട്ട് തിരക്കി,
എന്തിനാണ് നിങ്ങൾ ഹോട്ടലിൽ മുറി എടുത്ത് എക്സിക്യൂട്ടീവ് കൂടുന്നത്? ഒരു എക്സിക്യൂട്ടീവ് കൂടാൻ ഒരു ഹോട്ടൽ ഒരു മുറി വേണ്ടേ? അത് നിങ്ങളെന്തിനാ ഹോട്ടലിൽ എടുക്കണേ എന്നായി സുരേഷ് ഗോപി. എൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ, നമുക്കവിടെ കൂടാം എന്നായി സുരേഷ് ഗോപി. ഒട്ടും വിശ്വാസം വരാതെ കലു ഡെന്നീസ് സുരേഷ് ഗോപിയെ നോക്കി. കാരണം ഇയാൾ നിമിത്തമാണ് മാറ്റം ഉണ്ടായത്. അയാൾ പറയാണ്, മാറ്റയുടെ എക്സിക്യൂട്ടീവ് എന്തിനാ ഹോട്ടലിൽ കൂടണം, പൈസയെ കളയണേ, എൻ്റെ വീട് ഇവിടെ കൊല്ലത്തല്ലേ, നമ്മുടെ വീട്ടിൽ കൂടാം എന്ന് പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞതല്ല, നമുക്ക് എല്ലാവർക്കും കൂടി എൻ്റെ വീട്ടിൽ കൂടാമെന്നായി വീണ്ടും സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്കെതിരെ തുടങ്ങിയ സംഘടനയുടെ മീറ്റിംഗ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച്. വിരോധാഭാസമായി തോന്നാമെങ്കിലും കല്ലൂരാനെ അടക്കം ഞെട്ടിച്ചുകൊണ്ട് സുരേഷിൻ്റെ ക്ഷണം സ്വീകരിച്ചു. പറഞ്ഞ പ്രകാരം ശനിയാഴ്ച എല്ലാവരും കൊല്ലത്തെത്തി സുരേഷ് ഗോപിയുടെ വീട്ടിൽ കമ്മിറ്റി കൂടാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടെ വീട്ടിലെത്തി. വിഭവസമൃദ്ധമായ ആഹാരം സുരേഷ് ഗോപിയും അച്ഛനും അമ്മയും എല്ലാം കൂടി ഈ മാക്ടയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് വിളമ്പിക്കൊടുത്തു. അതോടുകൂടി ആ പിണക്കം അടുത്ത് ഇത്രേ ഉള്ളൂ. സിനിമാക്കാരുടെയൊക്കെ പിണക്കമെന്നേ, നമ്മൾ കൊല്ലും തിന്നും വച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാചകം അടിക്കും, ഒന്നും സംഭവിക്കില്ല എന്ന്. സിനിമാക്കാർ കലാകാരന്മാരല്ലേ എന്നേ. അങ്ങനെ വാശി ജീവിതത്തിൽ മുഴുവൻ കൊണ്ടു നടക്കുന്നവർ കലാകാരന്മാരല്ല എന്ന് വേണം പറയാൻ. അതിനുശേഷം കല്ലു ഡെന്നിസ് തിരക്കഥ എഴുതിയ സ്വർണ്ണ സിംഹാസനം, മാർക്ക് ആൻ്റണി, പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ എന്നീ തിരക്കഥകളിൽ വീണ്ടും സുരേഷ് ഗോപി അഭിനയിച്ചു. കർപ്പൂര ദീപം എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. പക്ഷേ അതിനുശേഷം ഇത്തരം സിനിമകളിൽ അഭിനയിച്ചു. മാക്ട വളർന്നു. സംവിധായകനും തിരക്കഥാകൃത്തുക്കളും മാത്രം പോരാ, എല്ലാ ടെക്നീഷ്യന്മാരെയും ചേർക്കണമെന്ന് മുതിർന്ന സംവിധായകനായ KG ജോർജ് പറഞ്ഞത് മാക്ട അംഗീകരിച്ചു. വിപുലമായി മാക്ടയിലെ അംഗത്വം വികസിപ്പിച്ചു. സിനിമയിലെ എല്ലാ ടെക്നീഷ്യന്മാരെയും ജോർജ് സാർ പറഞ്ഞതുകൊണ്ട് എല്ലാവരെയും അംഗത്വം കൊടുത്തു. അതാ വരുന്നു ആദ്യത്തെ പ്രശ്നം. ജഗദീഷ് ശിവകുമാർ സംവിധായകരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പരാമർശം ഒരു അഭിമുഖത്തിൽ കൊടുത്തു. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജഗദീഷ് കുമാർ സംസാരിച്ചു. സിനിമയുടെ ക്യാപ്റ്റനായ സംവിധായകനെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പരാമർശം ജഗതി കാച്ചി. നമ്മുടെ സംസ്കാരം കൊണ്ട് അത് പറയുന്നത് ശരിയല്ല. എങ്ങനെയോ ഗുളിക നിൽക്കുന്ന നേരത്ത് ജഗതിക്ക് എങ്ങനെ തോന്നിയതാണ്. ഒരു സംവിധായകനെ ഇങ്ങനെ പറയാമെങ്കിൽ, അല്ലെങ്കിൽ സംവിധായകന്മാരെ ഇങ്ങനെ പറയാമെങ്കിൽ, നാളെ ആരും ആരെയും എന്തും പറയും എന്നായി നിരീക്ഷണം. സിനിമ രംഗത്തെ പ്രശസ്തരെല്ലാം വീണ്ടും BTHൽ ഒന്നിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ജഗതിയെ 6 മാസക്കാലത്തേക്ക് ഒരു സിനിമയിലും അഭിനയിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഒപ്പം ജഗദീഷ് കുമാർ സ്വന്തം ചെലവിൽ മനോരമ പത്രത്തിലും മാതൃഭൂമിയിലും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള പരസ്യം നൽകണം എന്നും തീരുമാനിച്ചു. ഫ്രണ്ട് പേജിൽ 1/4 പേജ് അങ്ങനെ ഒരു പരസ്യം നൽകണം എന്ന് തീരുമാനിച്ചു. പരസ്യമൊന്നും കൊടുക്കണ്ടെന്നേ, അങ്ങനെയൊന്നും ജഗതിയെ നമ്മൾ നാണം കെടുത്തണ്ട എന്ന് കല്ലു ഡെന്നീസും PG വിശ്വംഭരനും ബാലചന്ദ്രൻ ചുള്ളിക്കാടും പറഞ്ഞെങ്കിലും ഭൂരിപക്ഷം പേരും മേലിൽ ഒരു സംവിധായകനെ കുറിച്ച് അനാവശ്യം ഇതുപോലെ പറയരുത്, തറ വർത്താനത്തിൽ സംവിധായകരെ താറടിക്കരുത്, അതിന് അയാളെ കൊണ്ട് 1.5 ലക്ഷം രൂപ ചെലാക്കിച്ച് അന്നത്തെ കാലത്ത് പരസ്യം കൊടുപ്പിക്കണം എന്നുള്ളതിനായിരുന്നു ഭൂരിപക്ഷം. ജഗതി പലരെയും കൂട്ടി പരിഹാരത്തിനായി നീക്കം നടത്തി. ഒന്നും ഏറ്റില്ല. പരസ്യമായി ക്ഷമ ചോദിച്ചുകൊണ്ട് ജഗതിക്ക് മാതൃഭൂമി പത്രത്തിലും മനോരമ പത്രത്തിലും പരസ്യം കൊടുക്കേണ്ടി വന്നു. പിന്നാലെ അടുത്ത പണി വരുന്നു. കലു ഡെന്നിസ് എഴുതി ബാലുകുരുത്ത് സംവിധാനം ചെയ്യുന്ന കളമശ്ശേരിയിൽ കല്യാണയോഗം എന്ന് പറഞ്ഞൊരു കോമഡി പടം വന്നിരുന്നല്ലോ, ആ സിനിമ വരികയാണ്. ടോമിൻ ജെ തച്ചങ്കരി അദ്ദേഹമാണ് ആ സിനിമയിൽ സംഗീതം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റിയാൻ സ്റ്റുഡിയോയിൽ അദ്ദേഹം സംഗീതം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്ത കുറേ പാട്ടുണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണമെങ്കിൽ ആ പാട്ടുകൾ ഉപയോഗിക്കാം. അപ്പം കളമശ്ശേരി കല്യാണയോഗം വളരെ ചെറു ബജറ്റിൽ എടുക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ തച്ചങ്കരി പറഞ്ഞ ഓഫറിൽ ബാലുകുരുത്ത് വീണു. തച്ചങ്കരി ട്യൂൺ ചെയ്ത് വെച്ചിരുന്ന പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് ആ കഥയ്ക്ക് അനുയോജ്യമായ 4 പാട്ടുകൾ ബാലുകുരുത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ 4 പാട്ടുകളിൽ 3 എണ്ണം എടുത്തു. 4ാമത്തെ പാട്ട് എന്ന് ചോദിച്ചാൽ വന്യു കുറുപ്പ് സാർ എഴുതി ദേവരായ മാഷ് സംഗീതം നൽകി യേശുദാസ് പാടി മനോഹരമാക്കിയ മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിൽ ഉണർന്നവളെ എന്നുള്ള പാട്ടായിരുന്നു. അതിനെ റീമിക്സ് ചെയ്ത് വെച്ചിരുന്നു തച്ചങ്കരി. അതും കൂടെ എടുത്തു. അങ്ങനെ 4 പാട്ടായി. ചിത്രം പുറത്തു വന്നപ്പോൾ ONVയും ദേവരാജൻ മാഷും പരസ്യമായി പരാതി പറഞ്ഞു. ബാലുകുരുത്തിനെ മാക്ടയിൽ നിന്നും സിനിമയിൽ നിന്നും 6 മാസക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വേറെ ആരും ചെയ്യാൻ നോക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സംവിധായകനെ സസ്പെൻഡ് ചെയ്തു. 6 മാസം ഇനി ഇയാൾ സിനിമ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു. ജഗതിക്ക് 6 മാസ ശിക്ഷ 1.5 മാസമായി ഇളവ് ചെയ്ത് കൊടുത്തു. 6 മാസത്തേക്ക് ശിക്ഷിച്ചെങ്കിലും 1.5 മാസം കഴിഞ്ഞപ്പോൾ ജഗതി ആരോഗ്യമൊക്കെ കൊണ്ട് ഒരുപാട് ശുപാർശ ചെയ്യും, പത്രത്തിൽ പരസ്യം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ അച്ചടക്ക നടപടി പിൻവലിച്ചു.
അതുപോലെ തന്നെ ബാലുകുര്യത്തിൻ്റെ അച്ചടക്ക നടപടിയും 6 മാസത്തേക്കെന്ന് പറഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ അതും പിൻവലിച്ചു. അപ്പോഴതാ വരുന്നു ONV കുറുപ്പ് സാറിൻ്റെ തന്നെ അടുത്ത പരാതി. ഒറ്റ നാണയം എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്. കല്ലു ഡെന്നിസ് തിരക്കഥ എഴുതി കല്ലു ഡെന്നിസിൻ്റെ മകൻ അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി കുറുപ്പ് സാറായിരുന്നു പാട്ട് എഴുതിയത്. സുരേഷ് കണ്ണൻ എന്ന് പറഞ്ഞ ഒരു നവാഗതനായിരുന്നു സംവിധായകൻ. SPB വെങ്കടേഷ് ആയിരുന്നു സംഗീത സംവിധായകൻ. അപ്പോൾ മദ്രാസിലാണ് റെക്കോർഡിംഗ് നടക്കുന്നത്. കുറുപ്പ് സാർ പാട്ട് എഴുതി കൊടുത്തിട്ട് അങ്ങ് പോയി. അപ്പോൾ കുറുപ്പ് സാർ എഴുതിയ പാട്ട് വെച്ചിട്ടാണ് വെങ്കടേഷ് ട്യൂൺ ചെയ്യുന്നത്. അല്ല ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതുകയല്ല. പാട്ട് എഴുതി കൊടുത്തു. മദ്രാസിൽ SPB വെങ്കടേഷ് ട്യൂൺ കൊടുത്തു. കൊടുത്തപ്പോൾ ഒരു വരി ട്യൂണുമായിട്ട് ഒത്തു വരുന്നില്ല. അങ്ങനെ മദ്രാസിൽ നിന്ന് ONV കുറുപ്പ് സാറിനെ പലതവണ വിളിച്ചു സംവിധായകൻ. പക്ഷേ എന്തുകൊണ്ടോ സാറിനെ കിട്ടിയില്ല. SPB വെങ്കടേഷനാണെങ്കിൽ അക്കാലത്ത് നല്ല തിരക്കുള്ള സമയമാണ്. സംവിധായകൻ വളരെ കൂളായിട്ടൊരു കാര്യം ചെയ്തു. കുറുപ്പ് സാറിൻ്റെ പാട്ടിൽ ആ വരി വെട്ടിയിട്ട് അയാൾ ആ വരി എഴുതി. ഈ സുരേഷ് കണ്ണൻ എന്തൊരു ചങ്കൂറ്റം നിലച്ചു. ONV കുറുപ്പിൻ്റെ വരി തിരുത്തി. റെക്കോർഡിങ് കഴിഞ്ഞു. ആഴ്ചകൾ കഴിയുമ്പോഴാണ് കുറുപ്പ് സാർ അറിയുന്നത് തൻ്റെ പാട്ട് സംവിധായകൻ തിരുത്തിയെന്ന്. കുറുപ്പ് സാർ ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ചൂടാവും. അദ്ദേഹം വിവരം അറിഞ്ഞിടം തന്നെ കല്ലു ഡെന്നിസിനെ വിളിച്ചു. ശരിക്ക് പറഞ്ഞു. കല്ലു ഡെന്നിസ് മൊത്തം കേട്ടോണ്ട് നല്ല എന്ത് ചെയ്യാൻ പറ്റുന്നേ, മാറ്റയ്ക്ക് പരാതി വരുമെന്നും കൂടി കുറുപ്പ് സാർ പറഞ്ഞു. കല്ലൂര സംവിധായകനെ വിളിച്ചു. നിൻ്റെ കാര്യം പോക്ക, വില കുറപ്പാണ് എന്നുള്ള വിവരം കല്ലൂര അറിയിച്ചു. പടം തടയും, പടം തിയേറ്ററിൽ വരാതാവും. എന്തായാലും പുലിവാലായി. നിർമ്മാതാവും സംവിധായകനും ശരിക്കും ഭയന്നു. രമ്യതയിലാക്കാൻ തിരുവനന്തപുരത്ത് പോയി സാറിൻ്റെ കാല് പിടിക്കാൻ കല്ലൂര പറഞ്ഞു. നിനക്കൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ONV കുറുപ്പിനെ ചെന്ന് കണ്ട് കുറുപ്പ് സാറിനോട് സമസ്ത അപരാധം പറഞ്ഞ് മാപ്പ് പറയാൻ പറഞ്ഞു. അവർ ഇരുവരും എന്തിനും റെഡിയായിരുന്നു. ഈ സംവിധായകനും നിർമ്മാതാവും കാല് പിടിക്കുക, കാല് കഴുകി കുടിക്കുക, എന്ത് വേണം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വിവരം പറയാനായിട്ട് കല്ലു ഡെന്നീസ് കുറുപ്പ് സാറിനെ വിളിച്ചു. പക്ഷെ അപ്പോഴേക്കും സാറങ്ങ് തണുത്തു. ആദ്യത്തെ ചൂടൊക്കെ പോയി. മാപ്പ് പറയാനും കാല് പിടിക്കാനും ഇവിടെ ആരും വരണ്ട എന്നായി സാറ്. ഡെന്നീസ് പറഞ്ഞതുകൊണ്ട് ആ പയ്യനോട് ഞാൻ ക്ഷമിക്കുന്നു. മുൻപേ നടന്നു പോയവരെ അംഗീകരിക്കേണ്ട കേട്ടോ, പക്ഷേ നിന്ദിക്കരുതെന്ന് അവന്മാരോട് പറഞ്ഞരേ എന്ന് ഈ ക്ഷമിച്ചതിൻ്റെ കൂട്ടത്തിൽ കുറുപ്പ് സാർ പറഞ്ഞു. ഞാൻ മാറ്റയ്ക്ക് പരാതി എഴുതി വച്ചിരിക്കുകയാണ്, ഇനി അത് തരുന്നില്ല. ഞാൻ പരാതി തരുന്നില്ല, ഞാൻ പിൻവലിച്ചു, ക്ഷമ പറഞ്ഞല്ലോ, അത് മതി എന്ന് പറഞ്ഞു. ചെല്ലണ്ടെന്ന് പറഞ്ഞിട്ടും സംവിധായകൻ തിരുവനന്തപുരത്ത് ചെന്ന് കുറുപ്പ് സാറിനോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ മാറ്റ വളരുകയാണ്. ഫിലിം ചേംബറിനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കിട്ടാത്ത പ്രാധാന്യം പലയിടത്തും മാറ്റയ്ക്ക് കിട്ടി. അക്കാലത്ത് മാറ്റ എന്ന് പറഞ്ഞാൽ വളരെ സജീവമായിരുന്നു. സർക്കാരിൻ്റെ ഏത് സാംസ്കാരിക പരിപാടിക്കും മാറ്റയുടെ പ്രാതിനിധ്യം ഉണ്ടാവും. ഫിലിം ഫെസ്റ്റിവലായാലും ശരി, എല്ലായിടത്തും മാറ്റയ്ക്ക് സീറ്റുണ്ടായിരുന്നു. ഇതിനിടയിലാണ് സിമ്പിൾ ബഷീർ എന്ന് പറഞ്ഞൊരു നിർമ്മാതാവ് ഉണ്ടായിരുന്നില്ല. ഗജകേസരി യോഗം പോലുള്ള ഒരുപാട് സിനിമകൾ, സൂപ്പർ ഹിറ്റായ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള സിമ്പിൾ ബഷീറിൻ്റെ സെറ്റിൽ വെച്ച് എന്തോ പ്രശ്നത്താൽ നടൻ സിദ്ദിഖിനെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ സുനിൽ ചങ്ങനാശ്ശേരി ഒരൊറ്റ അടിയടിച്ചു കൊടുത്തു സിദ്ദിഖിന്. എനിക്ക് സുനിൽ ചങ്ങനാശ്ശേരി പരിചയമുണ്ട്, സിദ്ദിഖിന് നല്ല പരിചയമുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എന്തോ പ്രശ്നമുണ്ടായി. സിദ്ദിഖിൻ്റെ പെരുമാറ്റത്തിലാണോ വർത്തമാനത്തിലോ എന്തോ ഒരു, അല്ല സുനിലൊരു ചട്ടമ്പിയൊന്നുമല്ല. സുനിൽ ചങ്ങനാശ്ശേരി സിമ്പിൾ ബഷീറിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരൊറ്റ അടിയടിച്ചു കൊടുത്തു സിദ്ദിഖിന്. അങ്ങനെ എന്താ പറയുക, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് എന്ന് നടീനടന്മാർക്ക് മനസ്സിൽ തോന്നിത്തുടങ്ങി. സുരേഷ് ഗോപി കാരണം മാക്ട ഉണ്ടായി. മാക്ടയുടെ ജനനം, വളർച്ച, ജഗതിക്ക് 6 മാസത്തെ ശിക്ഷ, പത്രത്തിൽ പരസ്യമായി മാപ്പ് പറയൽ, സിദ്ദിഖിന് തല്ല്, അങ്ങനെ ഒരു വശത്തൂടെ പോകുന്നു. മറുവശത്താണെങ്കിലും മാറ്റ സർക്കാരിൻ്റെതടക്കം എല്ലാ പ്രോഗ്രാമിലും അവരുടെ സാന്നിധ്യം തെളിയിക്കുന്നു, സംഗീത സംഗമം നടത്തുന്നു. എല്ലാം കൊണ്ടും കേരളത്തിൽ സിനിമയ്ക്ക് ഒരു സംഘടനയേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ വരുന്നു. അതൊരു സാംസ്കാരിക സംഘടനയാണ് എങ്കിൽ പോലും മാറ്റ ഭയങ്കരമായിട്ട് വളരുന്നു. ഇവിടെ മറ്റൊരു ചിന്ത ഉയരുന്നു. നമുക്കും ഒരു സംഘടന വേണം എന്ന് നടീനടന്മാർ തീരുമാനിക്കുന്നു. മാറ്റയെ മാത്രം അങ്ങനെ വളരാൻ വിടണ്ട. നാളെ നമുക്ക് പാരയാകും, ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ആകും. നമുക്കും ഒരു സംഘടന വേണം എന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ 1994 മെയ് അവസാന ബുധനാഴ്ച തിരുവനന്തപുരത്ത്, അക്കാലത്ത് മമ്മൂട്ടി തിരുവനന്തപുരത്ത് വന്നാൽ താമസിക്കുന്നത് പങ്കജ് ഹോട്ടലിലാണ്. നമ്മുടെ നിർമ്മാതാവ് സുരേഷ് കുമാറിൻ്റെ സഹോദരിയുടെ ഭർത്താവ് അടക്കം അവരുടെ ഫാമിലി നടത്തുന്ന പങ്കജ് സേനൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിർമ്മാതാവായ സന്ദീപ് സേനൻ്റെ അച്ഛനും സഹോദരങ്ങളും കൂടി നടത്തുന്ന ഹോട്ടൽ പങ്കജിലാണ് അക്കാലത്ത് മമ്മൂട്ടി തിരുവനന്തപുരത്ത് നിന്ന് താമസിക്കുന്നത്. പങ്കജിലല്ലാതെ വേറെ എങ്ങും താമസിക്കില്ല. അവിടെ ഒരു സൂട്ട് റൂം സ്ഥിരമായിട്ട് മമ്മൂട്ടിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു.
അങ്ങനെ പങ്കജ് ഹോട്ടലിലെ ആഡിറ്റോറിയത്തിലേക്ക് മലയാള സിനിമാ രംഗത്തെ പ്രശസ്തരായ താരങ്ങൾ അണിനിരന്ന ഒരു സന്ധ്യയ്ക്ക് തിക്കുറിശ്ശിയും മധുവും മമ്മൂട്ടിയും മോഹൻലാലും ഭരത് ഗോപിയും ബാലചന്ദ്ര മേനോനും ശോഭനയും നെടുമുടി വേണുവും ഗണേശനും ഒക്കെ പങ്കജിലേക്ക് എത്തുന്നു. 3 മണിക്കൂറായിരുന്നു അഭിനേതാക്കൾക്ക് വേണ്ടിയുള്ളൊരു സംഘടനയുടെ ആലോചനാ യോഗം. 7:45 തുടങ്ങിയ മീറ്റിംഗ്. സ്റ്റേജിൽ തെക്കുറിശ്ശിയും മധുവും കരമന ജനാർദ്ദനൻ നായരും ബാലചന്ദ്ര മേനോനും ഭരത് ഗോപിയും ഒക്കെ ഇരുന്നു. മോഹൻലാൽ ആൾക്കൂട്ടത്തിൽ സഹപ്രവർത്തകരുടെ കൂടെ തമാശയൊക്കെ പറഞ്ഞ് താഴെയിരുന്നു. മധുസാറാണ് ചർച്ചയ്ക്ക് തുടക്കമിടാനായിട്ട് മമ്മൂട്ടിയെ വിളിച്ചത്. മമ്മൂട്ടി മൈക്കിന് മുന്നിലേക്ക് വന്നു. കുറഞ്ഞത് 10,000 രൂപ പ്രതിഫലം വാങ്ങുന്നവരും മിനിമം 5 സിനിമകളിലെങ്കിലും അഭിനയിച്ചവരെ സംഘടനയിൽ എടുക്കാമെന്ന് മമ്മൂട്ടി മുന്നോട്ടൊരു നിർദ്ദേശം വെച്ചു. 10,000 രൂപ അടയ്ക്കണം, മിനിമം 5 സിനിമകൾ അഭിനയിച്ചിരിക്കണം. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, സിനിമയിൽ അപ്രധാനമല്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എല്ലാവരെയും നമ്മൾ അംഗങ്ങളാക്കണമെന്ന് അദ്ദേഹം സജഷൻ പറഞ്ഞു. തുടക്കക്കാർക്ക് പ്രശ്നമാകാം 10,000 രൂപ, അതുകൊണ്ട് 5,000 രൂപയായി കുറയ്ക്കണമെന്ന് തെക്കുറിശ്ശി നിർദ്ദേശിച്ചു. നിർദ്ദേശങ്ങൾ കൂടി വന്നപ്പോൾ ആരെ അംഗമാക്കണം, എത്ര പണം വാങ്ങണം എന്നൊക്കെയുള്ള ചുമതല ആദ്യത്തെ ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു ഭരണസമിതി ഉണ്ടാക്കുന്നുണ്ട്. ആ ഭരണസമിതി തീരുമാനിക്കട്ടെ എന്ന് മമ്മൂട്ടി നിർദ്ദേശിച്ചു. അപ്പോൾ ഭീമൻ രൂപ എണീറ്റു. അവിടെയും ഭീമൻ രൂപ ഉണ്ട്. ഭീമൻ രൂപ എണീറ്റിട്ട് പറഞ്ഞു, സുരേഷ് ഗോപിയെ കമ്മിറ്റിയിലെടുക്കണം. സുഖമില്ലാത്തതിനാലാണ് സുരേഷ് ഗോപി ഈ യോഗത്തിന് വരാത്തത്. അദ്ദേഹത്തെ മെമ്പറാക്കുന്നതിൽ ഒരു അപാകതയും ഇല്ല എന്ന് മമ്മൂട്ടി പറഞ്ഞു. അപ്പോൾ അവിടെ ഒരൊറ്റ സ്ത്രീയെ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളൂ. ആദ്യത്തെ കമ്മിറ്റിക്ക്, അമ്മയുടെ ആദ്യത്തെ മീറ്റിങ്ങിന് വന്ന ഒരൊറ്റ സ്ത്രീയാണ് ശോഭന. കമ്മിറ്റിക്ക് ഏക വനിതയും ശോഭനയായിരുന്നു. അതുകൊണ്ട് തന്നെ ശോഭനയെ കമ്മിറ്റിയിൽ എടുക്കണം. ആദ്യം ഉണ്ടാക്കുന്ന ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ ശോഭനയെ എടുക്കണമെന്ന് മധുസാർ പറഞ്ഞു. ശോഭന അപ്പോൾ ഒറ്റയ്ക്കായി പോവില്ലേ എന്ന് കേട്ടപ്പോൾ മോഹൻലാൽ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ഞാൻ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഉർവശിയെ കൂടി എടുക്കാം എന്ന് തീരുമാനിച്ചു. ഭരണത്തിൽ വരുന്നവർ തീരുമാനിക്കട്ടെ ആൾക്കാരെ എന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞു. ഞായറാഴ്ച ഷൂട്ടിങ്ങിന് അവധിയാക്കണമെന്നാണ് തെക്കുറിശ്ശി പറഞ്ഞ ആദ്യത്തെ നിർദ്ദേശം. എന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ എങ്ങനെ, ഞായറാഴ്ച നമുക്ക് അവധിയാകട്ടെ എന്ന് അദ്ദേഹം സജഷൻ പറഞ്ഞു. അത് കേട്ട മതി കേൾക്കാത്ത മതി മമ്മൂട്ടി പറഞ്ഞു, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇന്ത്യയിലെ ഏത് ജോലിക്കും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഒക്കെ ഉണ്ട്. നമുക്ക് മാത്രം വർഷത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്നു എന്ന് വെച്ചാലോ, ജോലി ചെയ്യാമെന്ന് വെച്ചാലോ ഓവർ ടൈം പോലും ഇല്ല എന്ന് മമ്മൂട്ടി ആ യോഗത്തിൽ പറഞ്ഞു. ഇത് വല്ലതും നടക്കുവാടേ എന്നായി തെക്കുറിശ്ശി. ഇങ്ങനെ സജഷനുകൾ ഒരുപാടായപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം, ഇത് വല്ലതും നടക്കുവാടേ എന്നായി. നടക്കണം, അതിനാണ് ഇല്ലാത്ത സമയമുണ്ടാക്കി ഇത്രയും പ്രയാസപ്പെട്ട് ഇവിടെ ഇത്രയും പേർ ഒത്തുചേർന്നതെന്ന് രോഷാകുലനായി മമ്മൂട്ടി പറഞ്ഞു. ഒത്തുചേർന്നാൽ മാത്രം പോരല്ലോ, പ്രവർത്തിക്കാൻ ഒരു ഓഫീസും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു മുഴുവൻ സമയ പ്രവർത്തകനും വേണ്ടേ എന്നാണ് മോഹൻലാലിന് തോന്നിയ സംശയം. അത് TP മാധവൻ ചേട്ടൻ തന്നെ ആയിക്കോട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു. മാധവേട്ടൻ എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ മാധവേട്ടൻ സമ്മതം പറഞ്ഞു. ആ മാധവേട്ടൻ മോഹൻലാലിൻ്റെ സജഷനായിരുന്നു. അമ്മയുടെ സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ചുമതലക്കാരനായി മാധവേട്ടൻ ആകട്ടെ എന്ന് പറഞ്ഞ ആ മോഹൻലാൽ ഓർമ്മ നശിച്ച്, ആരോഗ്യം നശിച്ച്, ഇന്നലെകളൊന്നും ഓർക്കാൻ പറ്റാതെ ആകെ ഏക മന്ത്രം പോലെ എനിക്ക് ആ ലാലിനെ ഒന്ന് കാണണം എന്ന് മാത്രം ആര് ചെന്നാൽ. ഈ അടുത്ത കാലത്ത് ഇപ്പം MLA ആയും മന്ത്രിയായും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗണേശൻ ചെന്നപ്പോഴും ഗണേശനോട് പറയുകയാണ്, എനിക്ക് മോഹൻലാലിനെ കാണണം. മോഹൻലാൽ പറയണം അദ്ദേഹം വിദേശത്ത് എവിടെയോ ആണ്, വരട്ടെ ഞാൻ കൊണ്ടൊന്ന് കാണിക്കാമെന്ന്. ഇനിയിപ്പോൾ മന്ത്രി ആയതുകൊണ്ട് ചിലപ്പോൾ ഗണേശൻ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല. എന്താണ് മോഹൻലാലിന് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അദ്ദേഹം ആരെയെല്ലാം പോയി കാണുന്നു, പക്ഷേ PK പിള്ളയെ പോയി കണ്ടില്ല, അദ്ദേഹം മരിച്ചു. ഇപ്പോൾ ഇതാ മാധവേട്ടൻ കാണുന്നവരോടെല്ലാം പറയുന്നു ഒന്ന് പോയി കാണണമെന്നാണ് എനിക്ക് മോഹൻലാലിനോട് പറയുക. കാരണം ഇതാ ഇപ്പോൾ ഈ അമ്മയുടെ മീറ്റിങ്ങിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാധവചേട്ടൻ തന്നെ ആയിക്കോട്ടെ എന്നുള്ള സജഷൻ വെച്ചത് മോഹൻലാലായിരുന്നു. സംഘടനയുടെ കാര്യദർശിയാകുന്നതൊക്കെ കൊള്ളാം, മര്യാദയായി പ്രവർത്തിക്കണമെന്നും മാധവൻ വാക്ക് തരണം എന്നായി മധുസാർ. മാധവേട്ടനെ സിനിമയിൽ കൊണ്ടുവന്നത് മധുസാറാണ്. അദ്ദേഹം പകുതി കളിയും പകുതി തമാശയായിട്ട് പറഞ്ഞതാണ്. സംഘടനയുടെ കാര്യദർശിയാകുന്നതൊക്കെ കൊള്ളാം, മര്യാദയ്ക്ക് പ്രവർത്തിക്കാം എന്ന് മാധവൻ വാക്ക് തരണം. കാരണം മാധവൻ്റെ ഇനീഷ്യൽ തന്നെ ശരിയല്ല എന്നാണ് മധുസാർ പറഞ്ഞത്. അതായത് TP എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി എന്നാണെന്നാണ് മധുസാറിൻ്റെ കമൻറ്റ്. തൽക്കാലം TP മാധവൻ എറണാകുളത്ത് നിന്ന് പ്രവർത്തിക്കും. കാരണം അന്ന് അദ്ദേഹം ലോട്ടസ് ക്ലബ്ബിലാണ്, എറണാകുളത്ത് ലോട്ടസ് ക്ലബ്ബിലാണ് താമസിക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് പ്രവർത്തിക്കും. അദ്ദേഹത്തിൻ്റെ ഫോൺ ഓഫീസ് ഫോണായി പ്രവർത്തിക്കും. തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് കെട്ടിടം എത്രയും പെട്ടെന്ന് നോക്കാം എന്ന് മോഹൻലാൽ വാക്ക് കൊടുത്തു. കമ്മിറ്റിയിൽ എന്തായാലും വരണം,
ഇല്ലേൽ 1000 രൂപ ഫൈൻ അടിക്കണം എന്ന് സജഷൻ വന്നു മോഹൻലാലിൻ്റെ. അപ്പോൾ ഗണേശൻ പറഞ്ഞു തൽക്കാലം അത് വേണ്ട, സംഘടന ഒന്ന് മുന്നോട്ട് പോട്ടെ, അത് കഴിയുമ്പോൾ നമുക്ക് കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തവർക്ക് അല്ലെങ്കിൽ ജനറൽ ബോഡി പങ്കെടുക്കാത്തവർക്ക് ഫൈൻ അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും വർഷം എത്ര കഴിഞ്ഞു പോയി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ടും 1994 രൂപീകൃതമായ അമ്മയുടെ ഇപ്പോഴും ജനറൽ ബോഡിയിൽ മൊത്തം അംഗങ്ങളിൽ എത്ര ശതമാനം പേര് പങ്കെടുക്കുന്നു? ഒരു ഫൈനും അടിക്കുന്നില്ല. സംഘടനയ്ക്ക് ഒരു പേരിടണം, പേര് മലയാളത്തിൽ തന്നെ ആകണം എന്ന് മമ്മൂട്ടി ശടിച്ചു. നമ്മുടെ സംഘടനയ്ക്ക് ഒരു പേര് വേണം, പക്ഷേ ആ പേര് മലയാളമായിരിക്കണം, മലയാള തനിമയുള്ളൊരു ആയിരിക്കണം എന്ന് മമ്മൂട്ടി ശടിച്ചു. അപ്പോൾ നാട്യസംഘം എന്നിട്ടാലോ എന്നായി, അല്ലെങ്കിൽ നാട്യം എന്നാക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞു അതിന് ഒരു തമിഴ് ചൊവ്വയുണ്ട്, നാട്യസംഘമൊന്നും വേണ്ട. മമ്മൂട്ടിക്കും ശ്രീരാമനും ലാലു അലക്സിനും നാട്യം എന്നിട്ടാൽ നന്നാവും എന്ന അഭിപ്രായം വന്നു. നാട്യം എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് നിങ്ങൾ ആലോചിച്ചു, നാട്യം എവിടെ അയക്കുന്നു, അമ്മ എവിടെ അയക്കുന്നു? അപ്പോൾ മമ്മൂട്ടി ചോദിച്ചു, മോഹൻലാലിനോട് തിരക്കി, അഭിനയ എന്നിട്ടാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് കരമന ജനാർദ്ദൻ നായർ പറഞ്ഞു ചലച്ചിത്ര യോഗം എന്നിടാം. അപ്പം ഈ പറഞ്ഞ അഭിനയ ആയാലും ശരി, ചലച്ചിത്ര യോഗം ആയാലും ശരി, യോഗമായാലും ശരി, ഇവിടെ മറ്റ് വേറൊരു സംഘടനകൾക്കുണ്ട് ഈ പേരുകൾ. അപ്പം നടനസഭ എന്നിടാമെന്ന് നെടുമുടി വേണു പറഞ്ഞു. സഭയൊന്നും വേണ്ടെന്നേ എന്നായി കേട്ടവർ. നെടുമുടി ഒരു കാര്യം ചെയ്യും, നെടുമുടി വേണു ആലോചിച്ചൊരു പേര് കണ്ടെത്തട്ടെ എന്നായി മമ്മൂട്ടി. നെടുമുടി പക്ഷേ അതിനെ പിന്തുണച്ചില്ല. എനിക്ക് പേരൊന്നും ഉണ്ടാക്കാൻ വയ്യ. മമ്മൂട്ടി, മോഹൻലാൽ, വേണുനാഗവള്ളി, മധു, കരമന ജനാർദ്ദൻ നായർ, സോമൻ, MG സോമൻ, ഗണേഷ് കുമാർ, സുകുമാരൻ, ശോഭ, ഉർവശി, ഇത്രയും പേരെ ആദ്യത്തെ കമ്മിറ്റി അംഗങ്ങളായി എടുത്തു. ലാലിനടുത്തെത്തി മമ്മൂട്ടി കാതിലെന്തോ രഹസ്യം പറഞ്ഞു. കമ്മിറ്റിയിൽ ആളെണ്ണം കൂട്ടണം, 21 പേർ വേണമെന്നായി മോഹൻലാൽ. അങ്ങനെ ജഗദീഷ്, സിദ്ദിഖ്, മണിയമ്പിള്ള രാജു, ജയറാം, ജഗതി, മുകേഷ്, ഇന്നസെൻറ്റ്, നരേന്ദ്രപ്രസാദ്, സായികുമാർ, തിലകൻ എന്നിവരെ കൂടി ആദ്യത്തെ കമ്മിറ്റിയിൽ ചേർത്തു. 21 പേരാക്കി. എന്നെ കമ്മിറ്റിയിൽ എടുക്കണില്ലേടേ എന്നായി തെക്കുറിശി. ചേട്ടൻ എന്തിന് കമ്മിറ്റി, ചേട്ടൻ എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മമ്മൂട്ടി ആ വിഷയം ഒതുക്കി. തെക്കുറിശി മാവനെ നൈസിലെ അങ്ങ് ഒഴിവാക്കി. അടുത്ത മീറ്റിംഗ് ജൂൺ 25 പങ്കജിൽ വെച്ച് തന്നെ കൂടാം എന്നും തീരുമാനിച്ചു. ഇതുപോലെ രാത്രിയല്ല, രാവിലെ 10 മണിക്ക് എല്ലാവരും വരണം, എല്ലാവർക്കും കത്തയക്കാനും തീരുമാനിച്ച് യോഗം പിരിഞ്ഞു. അവശ്യ ചലച്ചിത്ര പ്രവർത്തകരെ സഹായിക്കണം, സംഘടനയുടെ പൂർണ്ണ രൂപം തയ്യാറാക്കണം. രാത്രി 10 മണിക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും പത്രക്കാരെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. 1994 ജൂൺ 25 അമ്മ എന്ന മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടന നിലവിൽ വരും എന്ന് തീരുമാനിച്ചു. അന്ന് അമ്മ എന്ന് പേരിട്ടിട്ടില്ല. TP മാധവൻ കൺവീനർ, MG സോമൻ, ഗണേശൻ, കരമന, വേണുനാഗവള്ളി എന്നിവർ അഡ്ഹോക്ക് കമ്മിറ്റി അംഗങ്ങളായി. വേണുനാഗവള്ളി, നെടുമുടി വേണു, ഗണേശൻ, ബാലചന്ദ്രമേനോൻ, TP മാധവൻ എന്നിവർ ബുധനാഴ്ചയാണല്ലോ ഈ മീറ്റിംഗ് നടന്നത്. 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ച പത്രസമ്മേളനം നടത്തി. തങ്ങളുടെ സംഘടനയ്ക്ക് നടൻ മുരളി കണ്ടെത്തിയ അമ്മ എന്ന പേരിടാൻ തീരുമാനിച്ചു. അമ്മയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന പേര് ഈ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് മുരളിച്ചേട്ടൻ പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ പേര് താരസംഘടനയ്ക്ക് ഉണ്ടാകുന്നത്. മലയാള തനിമയുള്ള അമ്മ എന്ന പേരിൽ ഇനി അറിയപ്പെടും എന്നന്ന് തീരുമാനിച്ചു. അവകാശങ്ങൾ പിടിച്ചുപറ്റാനുള്ള ഇൻക്ലാബ് സംഘടനയായിട്ടല്ല, മറിച്ച് അമ്മ എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരു കുടുംബയോഗമായിരിക്കും ഇതെന്ന് വേണുനാഗവള്ളി പ്രഖ്യാപിച്ചു. എന്താണെന്നുണ്ടോ അദ്ദേഹത്തിന് അന്നൊക്കെ ഈ ഇൻക്ലാബ് വിളിക്കുന്നതിനോടൊക്കെ ഒരു പുച്ഛം എന്താണെന്ന് അറിയില്ല. കാരണം അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. നടൻ മുരളി മത്സരിക്കുമ്പോഴും ലെൻഡാന്തരം മത്സരിക്കുമ്പോഴും ഒക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയ ആളൊക്കെ ആയിരുന്നെങ്കിൽ പോലും അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇൻക്ലാബ് സംഘടന അല്ല എന്നും, മറിച്ച് അമ്മ എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഒരു കുടുംബയോഗമായിരിക്കും ഇതെന്നും ആ പത്രസമ്മേളനത്തിൽ വേണുനാഗവള്ളി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കേന്ദ്രമാക്കിക്കൊണ്ട് എറണാകുളം, കോഴിക്കോട്, മദ്രാസ് എന്നിവിടങ്ങളിൽ റീജിയണൽ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും അമ്മ എന്ന് ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പിന്നെ ഉള്ളതെല്ലാം ചരിത്രമായിരുന്നു. ദിലീപിൻ്റെ ഇഷ്യൂ അടക്കം, WCCയുടെ ഇഷ്യൂ അടക്കം, കേരളത്തിൽ നടക്കുന്ന ഇപ്പോൾ സകലമാന സിനിമ ഇഷ്യൂകളിലും ഒരു വശത്ത് അമ്മയും മറുവശത്ത് മറ്റുള്ളവരിൽ നിന്ന് പോരടിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി. അമ്മ എന്നുള്ള പേര് ഇതിനിടാൻ പാടില്ല, അമ്മ എന്നുള്ള മാറ്റണം. ഇപ്പോൾ തന്നെ WCC ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പം മഹതികൾ തലയിൽ കണ്ണട വെച്ച മഹതികൾ പറയുന്നത് MMA എന്ന് പറഞ്ഞ സംഘടന ഉണ്ടല്ലോ, അമ്മ എന്ന് പോലും അവർ പറയുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും ഇപ്പോൾ എറണാകുളത്ത് കോടികൾ മുടക്കി ഓഫീസ്,
ദക്ഷിണ, ഗുരുദക്ഷിണ എന്ന് പറഞ്ഞിട്ട് അശരണരായ ഒരുപാട് പേർക്ക്, ഇപ്പോൾ എന്താ പറയുക, കുമ്പളങ്ങി ബീന അടക്കം ശാന്തകുമാരി അടക്കം ഒരുപാട് പേർക്ക് കൈനീട്ടം കൊടുക്കുന്നു, മാസം 5000 രൂപ. പലർക്കും വീട് വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ ശാന്തകുമാരിക്ക് വീട് വെച്ച് കൊടുത്തു, കുമ്പളങ്ങി ബീനയ്ക്ക് വീട് വെച്ച് കൊടുത്തു, ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തു. വീടില്ലാത്തവർക്ക് വലിയ ആസ്തിയുള്ള, വലിയ പെൻഷൻ കൊടുക്കുന്ന ഒരുപാട് പേർക്ക് പെൻഷൻ കൊടുക്കുകയല്ലേ. സിനിമയുടെ സകല പ്രശ്നങ്ങളിലും ഇന്ന് അമ്മ ഇടപെടുന്നു. മാറ്റ ഉണ്ടായി, മാറ്റയുടെ പിന്നാലെ വന്ന അമ്മ വന്നപ്പോഴേക്കും മാറ്റ പോയി, ഫെഫ്കയായി. അങ്ങനെ സിനിമാ സംഘടനകളിൽ ഇപ്പോൾ പ്രൊഡ്യൂസർമാരുടെ സംഘടന, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുണ്ട്, തിയേറ്ററുകാർക്ക് അസോസിയേഷനുണ്ട്, വിതരണക്കാർക്ക് അസോസിയേഷനുണ്ട്, ഇവരെല്ലാം ചേർത്തുകൊണ്ടുള്ള ചേംബറുണ്ട്. അതിനൊപ്പം തന്നെ ഫെഫ്കയും അമ്മയും ശക്തമായി തന്നെ കേരളത്തിൽ തുടരുന്നു. ഇനിയും ഇപ്പം മോഹൻലാലാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, ഇടവേള ബാബുവാണ് തുടർച്ചയായി സെക്രട്ടറി, ജനറൽ സെക്രട്ടറി. തീർച്ചയായിട്ടും അഭിനേതാക്കൾക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യത്തിലായാലും ശരി, ഏത് പ്രശ്നങ്ങളിലും അമ്മ എന്താ പറയുക, നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റം ഉണ്ടായതും അമ്മ ഉണ്ടായതും മലയാള സിനിമയുടെ ചരിത്രം പറയുമ്പോൾ എന്നും ഓർക്കേണ്ടതാണ്. ചരിത്രം പറയാനൊരു യോഗ്യത ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നിനക്ക് ആരുടെ ചരിത്രം പറയാനുള്ള അവകാശം തന്നെ എന്ന് നമ്മൾ ബഹുമാനത്തോടെ കാണേണ്ട ആളുകളൊക്കെ ചോദിക്കുന്നുവെങ്കിൽ പോലും നമ്മുടെ എന്നാണ് മാറ്റ് രൂപീകരിച്ചത്, എന്തിനാണ് മാറ്റ് രൂപീകരിച്ചത്, എങ്ങനെയാണ് ഫെഫ്ക ഉണ്ടായത്, അമ്മ എന്നാണ് രൂപീകരിച്ചത്, ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു, ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ചരിത്ര പണ്ഡിതന്മാരായ എന്താ പറയുക, കടൽ കിഴവന്മാർ ഇത് കണ്ട് വിരൽ പിടിക്കേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.